ഹായ് എവരി വൺ. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ നെക്സ്റ്റ് ഒരു എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് ഒരു കണ്ടീഷൻ വൈസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മുമ്പ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് എൽസ് അല്ലെങ്കിൽ ഇഫ് എൽസ് എൽസ് ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. സ്വിച്ച് കേസ് പലപ്പോഴും യൂസ് ചെയ്യുക നമുക്ക് ഒരുപാട് എൽസിഫ് ലാഡേഴ്സ് എന്ന് പറയും. എൽസിഫ് ലാഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കും, അത് കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിഫ് കൊടുക്കും, വീണ്ടും കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എൽസിഫ് കൊടുക്കും, ആ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എൽസിഫ് കൊടുക്കും. അങ്ങനെ ഒരുപാട് എൽസിഫുകൾ വരുന്നതിനാണ് നമ്മൾ എൽസിഫ് ലാഡർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരുപാട് എൽസിഫ്സ് യൂസ് ചെയ്യേണ്ട കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് സ്വിച്ചിനെ യൂസ് ചെയ്യാൻ പറ്റും. മാത്രല്ല സ്വിച്ച് കേസസ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക നമുക്കൊരു പോസിബിൾ വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വേരിയബിളിലോട്ട് വരാവുന്ന വാല്യൂസ്, അതിലോട്ട് സ്റ്റോർ ചെയ്യാവുന്ന വാല്യൂസിനെ നമുക്ക് കണ്ടീഷൻ വൈസിൽ ചെക്ക് ചെയ്യാനാണ് നമ്മൾ സ്വിച്ച് കേസസ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സ്വിച്ചിന്റെ സിന്റാക്സ് എന്നുള്ളത്. ഓക്കെ, സിന്റാക്സ് ഉണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ സിന്റാക്സ് ഉണ്ടോ? സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട്. അവിടെ നമ്മൾ ഈഫിന് കൊടുത്ത പോലെ തന്നെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പ്രഷൻ കൊടുക്കും. എക്സ്പ്രഷൻ മീൻസ് ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പോസിബിൾ വാല്യൂസ്, ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാവുന്ന പോസിബിൾ വാല്യൂസ് ആണ്. നമുക്ക് പോസിബിൾ വാല്യൂസിനാണ് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് സ്വിച്ച് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണോ ഏത് എക്സ്പ്രഷൻ എന്താണോ എന്നുള്ളത് ആ വേരിയബിളിലാണ് നമുക്ക് എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക. ഓക്കെ, ദെൻ കേസ് എക്സ് എന്ന് പറയുമ്പോൾ നോക്കി നോക്കാം നമുക്ക്. കേസ് എക്സ് ആദ്യത്തെ കണ്ടീഷൻ, പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം? ഈ കേസ് എക്സ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആര് വർക്ക് ചെയ്യും? ഈ കോഡ് ബ്ലോക്ക് വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ബ്രേക്ക് വിളിക്കണം നമ്മൾ. ഓരോ കോഡ് ഇവിടെ സ്വിച്ചിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബ്ലോക്കിലും ബ്രേക്ക് വിളിക്കണം. ഓക്കെ, കേസ് എക്സ് കൊടുത്തിട്ടുണ്ട്. കേസ് എക്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോഡ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ചിന്റെ പുറത്തോട്ട് എക്സിറ്റ് ആവും. അപ്പൊ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കേസ് വൈ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കോഡും അതുപോലെ തന്നെ ഈ ബ്രേക്കും വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ കേസ് എക്സ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വർക്ക് ചെയ്യും? കേസ് വൈ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ആ കേസ് വൈ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആര് വർക്ക് ചെയ്യും? ഈ ഒരു ബ്ലോക്കും അതുപോലെ തന്നെ അതിന് കൂടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സ്വിച്ച് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ ഈ സ്വിച്ചിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ സ്വിച്ച് എക്സ്പ്രഷന്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, ഇനി ഈ കേസ് വൈയും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് കണ്ടീഷൻസും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നേരെ ആര് വർക്ക് ചെയ്യും? നമ്മളെ ഇഫ് എൽസിലെ എൽസ് പോലെയാണ് ആര് വരുന്നത്? ഡീഫോൾട്ട് വരുന്നത്. ഇവിടെ ഡീഫോൾട്ട് വർക്ക് ചെയ്യും. ഓക്കെ, മേലെ കൊടുത്ത കണ്ടീഷൻസ് ഒന്നും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നേരെ ഡീഫോൾട്ട് ആണ് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത് ഡേ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഡേ എന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ നോക്കിയിട്ട് നമ്മൾ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ടുള്ള വാല്യൂവിനെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ഞാനൊരു 5 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തെന്ന് കരുതാം. ഓക്കെ, അപ്പോ ഈ ഡേറ്റ് ഇതാണ് എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്വിച്ചിന്റെ എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേസ്
അല്ലെ? ഫസ്റ്റത്തെ കേസ് നോക്കി നോക്കാം. സ്വിച്ചിൽ ഫസ്റ്റത്തെ കേസ് നോക്കി നോക്കാം. കേസ് 0. കേസ് 0 മീൻസ് ഡേറ്റ് എന്ന വേരിയബിളില് വാല്യൂ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഡേറ്റ് എന്ന വേരിയബിളില് വാല്യൂ 0 ആണെങ്കിൽ എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് അതിന്റെ ബ്ലോക്കിൽ നമ്മൾ കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കേസ് 0 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റിലെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഡേ അസൈൻസ് സൺഡേ. ഡേ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലോട്ട് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണം? സൺഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം കേസ് 1 മീൻസ് ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളില് 1 ആണ് എന്നുണ്ടെങ്കിൽ ഡേ അസൈൻസ് മൺഡേ. ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് എന്ത് സ്റ്റോർ ചെയ്യും? മൺഡേ സ്റ്റോർ ചെയ്യും. ദെൻ കേസ് 2 എന്നാകുമ്പോൾ കേസ് 2 ആവാന്ന് പറയുമ്പോൾ ഡേറ്റ് എന്ന വേരിയബിളില് 2 എന്ന വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോ ഓരോ ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞത് നമുക്ക് സൺഡേ, മൺഡേ അല്ലെങ്കിൽ ആഴ്ച ഏതുവരെയുള്ള സൺഡേ മുതൽ സാറ്റർഡേ വരെ അല്ലേ മാക്സിമം വരാനുള്ളൂ അല്ലെ? അപ്പൊ അതിലെ മാക്സിമം പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ 0 മുതൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 വരെ നമുക്ക് എന്തുള്ളൂ? മാക്സിമം പോസിബിൾ വാല്യൂസ് നമുക്ക് ഡേറ്റിൽ വരാനുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. എന്ത്? കേസ് 0 ആണെങ്കിൽ സൺഡേ, കേസ് 1 ആണെങ്കിൽ മൺഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഈഫൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈഫ് ഡേറ്റ് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാൻ കൊടുക്കും. ശേഷം എൽസിഎഫിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്യും. അതിനുശേഷം എൽസിഎഫിൽ വീണ്ടും എൽസിഎഫ് ഇട്ടിട്ട് ഡേറ്റ് ഈക്വൽ ടു 2 ആണോ ചെക്ക് ചെയ്യും. വീണ്ടും എൽസിഎഫ് ഇട്ടിട്ട് ഡേറ്റ് ഈക്വൽ ടു 3 ആണോ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ എത്ര എൽസിഎഫ് ലാഡേഴ്സ് യൂസ് ചെയ്യണം? ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും? എൽസിഎഫ് 7ഉം 8ഉം പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? സ്വിച്ച് വരുന്നത്. അപ്പൊ ഇത്തരം പോസിബിൾ വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേസ് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ വി എസ് കോഡിലോട്ട് ഒന്ന് വരിക. വി എസ് കോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വരിക. ഞാനൊരു HTML ഫയല്, അതുപോലെ തന്നെ JS ഫയൽ. ഓക്കെ, ഇനി ഒരു HTML ഫയല് ക്രിയേറ്റ് ചെയ്തു. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു JS ഫയലിനെ ലിങ്ക് ചെയ്യാം. സ്ക്രിപ്റ്റ് SRCയില് index.js. ഓക്കെ, JS ഫയലിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലെ? റൺ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് index.html. ഓക്കെ, ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. കൺസോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഒന്നും പ്രിന്റ് വരാൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് JS ഫയലില് ഒരു സ്വിച്ച് കേസ് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ആയിക്കണോ ചെക്ക് ചെയ്യണ്ടേ? ജസ്റ്റ് കൺസോൾ ലോഗില് JS ഈസ് കണക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് നോക്കാം. കണ്ടോ? പ്രിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ JS ഫയൽ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇപ്പോ പോസിബിൾ വാല്യൂസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഡേ 1 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം ഓരോ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂവിനനുസരിച്ച് നമുക്കൊരു ഡാറ്റ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം തൽക്കാലം. ഓക്കെ, അപ്പം ലെറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ അതുകൊണ്ട് ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ കളർ എന്ന് പറഞ്ഞൊരു വേരിയബിള്, ഈ വേരിയബിളിലെ വാല്യൂ പോസിബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ട്രാഫിക് സിഗ്നലിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. അപ്പൊ ട്രാഫിക് സിഗ്നൽസിൽ ഏതൊക്കെ കളേഴ്സ് വരിക? റെഡ് വരും, ഗ്രീൻ വരും, അതുപോലെ തന്നെ യെല്ലോ വരും അല്ലെ? അപ്പം റെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോപ്പ് ചെയ്യുക. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഗോ, അതേപോലെ തന്നെ യെല്ലോ ആകുമ്പോഴോ ഗോ സ്ലോ എന്നുള്ള രീതിയിൽ കാണിക്കണം അല്ലെ? അപ്പൊ
അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോഡാണ് നമ്മൾ എന്തായാലും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു വേരിയബിൾ ആണ്. എന്ത്? ഒരു കളർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ. അപ്പൊ ഞാൻ അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് കളർ അസൈൻസ്, അതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? റെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കളർ എന്ന് പറഞ്ഞ വേരിയബിളിലെ പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? റെഡ്, യെല്ലോ, അതുപോലെ ഗ്രീൻ. ഇത് മൂന്നും അല്ലേ നമുക്ക് കളർ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇവിടെ വരാനുള്ളത് ശരിക്കും അല്ലെ? നമ്മൾ ട്രാഫിക് ലൈറ്റ് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ ആലോചിക്കുക, അതിലെ കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, യെല്ലോ. ഇത് മൂന്നും അല്ലേ? ഇതിൽ നാലാമതൊരു വേറൊരു കളർ വരാനുണ്ടോ? ഇല്ല. അപ്പോ കളർ എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് ഇവിടെ വരുന്നത് ഈ 3 പോസിബിൾ വാല്യൂസ് ആണ്. ഓക്കെ, ഈ പോസിബിൾ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ആദ്യം ചെയ്യാം സ്വിച്ച് കീവേഡ് എഴുതുക. ദെൻ ബ്രാക്കറ്റില് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആരാണ്? കളർ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ വരിക. കാരണം ഈ വേരിയബിളിലെ പോസിബിൾ വാല്യൂസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഓക്കെ, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് കേസ് കൊടുക്കുക. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് റെഡ് കൊടുത്ത് നോക്കാം. കേസ് എന്താണ്? അതായത് ഇതിൽ ഫസ്റ്റത്തെ പോസിബിൾ വാല്യൂ ആണ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റത്തെ പോസിബിൾ വാല്യൂ എന്താണ്? റെഡ് ആയിരിക്കാം. റെഡ് കൊടുത്ത് നോക്കാം. ഇനി എന്ത് ചെയ്യാം? ഒരു കോളൻ ഇടുക. ദെൻ താഴെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിലെ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. കൺസോൾ ലോഗില് സ്റ്റോപ്പ്. ഓക്കെ, ഇനി അതിന് കൂടെ തന്നെ എന്ത് കൊടുക്കണം? ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട സംഭവമാണ്. ദെൻ അടുത്ത കേസ് ആഡ് ചെയ്യാം. ഓരോ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യണം. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, കേസ് റെഡ് കൊടുത്തു. അടുത്ത കേസ് എന്താണ് വരിക? യെല്ലോ അല്ലെ? അതില് കൺസോൾ ലോഗില് ഗോസ്ലോ അതില് ബ്രേക്ക് വിളിക്കാം. അടുത്ത കേസ് എന്താ വരിക? അപ്പോ റെഡ്, യെല്ലോ, പിന്നെ അത് വരിക ഗ്രീൻ അല്ലെ? ഗ്രീൻ. കൺസോൾ ലോഗില് ഗോ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ബ്രേക്ക് വിളിക്കാം. ഓക്കെ, ഈ മൂന്നും അല്ലാത്ത കളേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കാം? ജസ്റ്റ് കൺസോളില് ഇൻവാലിഡ് കളർ എന്നുള്ള രീതിയിൽ പ്രിന്റ് വരണം. അതായത് 3 പോസിബിൾ വാല്യൂസ് ഉള്ളൂ. ഇനി നാലാമതൊരു കളർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോൾട്ടിൽ നമുക്ക് എന്ത് കൊടുക്കാം? കൺസോൾ ലോഗില് ഇൻവാലിഡ് കളർ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൺസോൾ എന്താ പ്രിന്റ് ആയിട്ടുള്ളത്. റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ എന്താ പ്രിന്റ് ആയിട്ടുള്ളത്? സ്റ്റോപ്പ്. എന്താണ്? കാണുന്നുണ്ടോ? കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കണ്ടോ? കൺസോളില് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ഓക്കെ, കോഡിലോട്ട് തിരിച്ചു വരാം.
എസ് കോഡിൽ വന്നിട്ട് ഇതിലെ വാല്യൂ, അതായത് കളർ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ആണ് എന്ത് ചെയ്യണം, യെല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുത്തു. ഓക്കെ, യെല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുത്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ കളർ ഒന്ന് കൺസോളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രോമിലേക്ക് തന്നെ വരുന്നു, ഒന്ന് റീഫ്രഷ് ചെയ്യണം. കണ്ടോ, കോസ്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട്. ഗോ സ്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഗ്രീനും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രീൻ ടെസ്റ്റ് ചെയ്തു, ഞാൻ ഇതിൽ മാറ്റി കൊടുക്കുന്നുണ്ട്, ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുത്തു. എന്നിട്ട് ക്രോമില് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. കണ്ടോ, ഓക്കെ. അപ്പോ ഇതിലെ നമ്മൾ കളർ എന്ന് പറഞ്ഞ വേരിയബിളിലെ പോസിബിൾ വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസോളില് ഡിഫറെന്റ് ഡാറ്റകൾ പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം ലെറ്റ് ഡേ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതില് 1 മുതൽ 7 വരെ നമുക്ക് ടോട്ടൽ എത്ര ദിവസങ്ങളാണുള്ളത്? 1 മുതൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ 7 ദിവസങ്ങളാണുള്ളത്. അപ്പം ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലെ നമ്പർ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡേ 1 ആണെങ്കിൽ സൺഡേ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം, ഡേ 2 ആണെങ്കിൽ മൺഡേ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസങ്ങളും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഡേയിലോട്ട് ഞാൻ എന്ത് സ്റ്റോർ ചെയ്തു, 1 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോലെ ഡേയ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ സ്വിച്ചിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ആരാ എക്സ്പ്രഷൻ വരിക, ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് എക്സ്പ്രഷൻ വരിക അല്ലെ. ഇനി അതിലോ കേസസ്, ആദ്യത്തെ കേസിൽ എന്ത് വരിക, കേസ് 1 അല്ലെ. നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡബിൾ കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൽ എന്ത് ചെയ്യാം, കൺസോൾ ലോഗില് സൺഡേ ഇനി എന്ത് ചെയ്യണം, ബ്രേക്ക് വിളിക്കണം. അടുത്ത കേസ് 2, അതില് കൺസോൾ ലോഗില് മൺഡേ ബ്രേക്ക്. അടുത്ത കേസ് എന്താണ്, 3 അല്ലേ വരിക. അപ്പൊ അതിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, കൺസോൾ ലോഗില് ട്യൂസ്ഡേ ബ്രേക്ക്. അടുത്ത കേസ് എന്താ, കേസ് 4. ഓക്കെ, അതില് കൺസോൾ ലോഗില് വെനസ്ഡേ ബ്രേക്ക്. ഓക്കെ, അടുത്ത കേസ് 5, 6, 7 ഇത് കൂടി വരും. അത് ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഫില്ല് ചെയ്യില്ലേ, അതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഡിഫോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇതൊന്നും അല്ലാത്ത 8ഉം 10ഉം 11ഉം 100 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം, ഡിഫോൾട്ടിൽ നമുക്ക് എന്ത് കൊടുക്കാം, കൺസോൾ ലോഗില് ഇൻവാലിഡ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിലോട്ട് വരാം, ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, എന്താ വന്നിട്ടുള്ളത്, സൺഡേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഡേയിലെ വാല്യൂ ഞാൻ എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കാം. VS കോഡിലേക്ക് തന്നെ വരാം. ഡേയിലെ വാല്യൂ എന്ത് ചെയ്തു,
ഓക്കെ. അപ്പൊ ഡേ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ഞാൻ എത്ര കൊടുത്തു? അപ്ഡേറ്റ് ചെയ്തിട്ട് 3 എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാറ്റി കൊടുത്തു. 3 എന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോമിലേക്ക് വരാം. ക്രോമിൽ വന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ക്രോമിൽ റീഫ്രഷ് ചെയ്തു. എത്രയായി? ട്യൂസ്ഡേ. ഓക്കെ, കാണുട്ടോ, ട്യൂസ്ഡേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 30 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് അപ്ഡേറ്റ് ഒരു 30 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു നോക്കാം. എന്താ വരുന്നെന്ന് അറിയില്ല. വരുന്നു 30 ആക്കി കൊടുത്തു. ഓക്കെ, ക്രോമിലേക്ക് തന്നെ വരാം. ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്തു. അപ്പൊ എന്താ വന്നത്? ഇൻവാലിഡ് ഡേ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്വിച്ച് കേസസ് വർക്ക് ചെയ്യണത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതേ സംഭവം ബ്രേക്ക് ഇല്ലാതെ ഒന്ന് കൊടുത്തു നോക്കാം. എന്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് അറിയാനാണ്. ബ്രേക്ക് ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഒഴിവാക്കി. ഓക്കെ, അപ്പം ഒന്നിലും നമുക്ക് എന്തില്ല, ഞാൻ ബ്രേക്കുകൾ ഒഴിവാക്കി VS കോഡിലേക്ക് തന്നെ ഒന്ന് വരിക. VS കോഡിൽ ഞാൻ കണ്ടോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഇതിലുള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം ഞാനൊന്ന് എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. ഓക്കെ, എല്ലാം ഒഴിവാക്കി. ഓക്കെ, ഇനി നമുക്കൊന്ന് ക്രോമിലേക്ക് തന്നെ വന്നിട്ട് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഞാൻ ക്രോമിലേക്ക് വന്നു. ഇപ്പൊ നിങ്ങൾ ഇതിലൊന്ന് ചെക്ക് ചെയ്യുക, VS കോഡിൽ നോക്കുക. VS കോഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ എത്ര ഇട്ടിട്ടുള്ളത്? 1 ആണ് ഇട്ടിട്ടുള്ളത്. 1 ഇട്ട സമയത്ത് കേസ് 1 ട്രൂ ആയി കഴിഞ്ഞാൽ കൺസോൾ ലോഗിൽ സൺഡേ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവണം. പിന്നെ ബാക്കിയുള്ളതൊന്നും പ്രിന്റ് ആവാൻ പാടില്ലല്ലോ, അല്ലെ? അപ്പോ പക്ഷെ നമ്മൾ ക്രോമിലോട്ട് വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ എന്തൊക്കെയാ പ്രിന്റ് ആയിട്ടുണ്ട്? സൺഡേയും പ്രിന്റ് ആയിട്ടുണ്ട്, മൺഡേയും പ്രിന്റ് ആയിട്ടുണ്ട്, ട്യൂസ്ഡേയും എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേസ് 1 ആണ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? സ്വിച്ചിൽ നിന്ന് പുറത്ത് ചാടുക. ഓക്കെ, അങ്ങനെ പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇത്രയും മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.